ഒരു കാലത്ത് കടലാക്രമണത്തിൽ പൂർണ്ണമായും ഈ ക്ഷേത്രം നശിച്ചു പോയിരുന്നു. തകർന്നു കിടന്ന ക്ഷേത്രത്തിനരികിൽ തെക്കുദിക്കിൽ നിന്നും കാശിയിലേക്ക് തീർത്ഥാടനം നടത്തുന്ന 2 ബ്രാഹ്മണർ എത്തി. കടലിലൂടെയാണ് അവർ യാത്ര തുടങ്ങിയത്. ഗോദീശ്വരത്തിന്റെ തീരത്ത് വഞ്ചിയിൽ ഇറങ്ങിയ ശേഷം പൊളിഞ്ഞുകിടക്കുന്ന ക്ഷേത്രാവശിഷ്ടങ്ങൾക്കിടയിൽ അവർ വിശ്രമിച്ചു. അപ്പോഴാണ് ആ ക്ഷേത്രത്തിനു മുന്നിൽ അവശയായി മരണാസന്നയായി കിടക്കുന്ന ഒരു പശുവിനെ അവർ ശ്രദ്ധിച്ചത്. തീർത്ഥയാത്രക്കിടയിൽ ആ ഗോമാതാവിനെ ശുശ്രൂഷിക്കുക തങ്ങളുടെ കടമയാണെന്ന് അവർ കരുതി. ദിവസങ്ങളോളം പശുവിനെ ശുശ്രൂഷിച്ച് അവർ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആ പശു പതിയെ ആരോഗ്യം വീണ്ടെടുത്തു തുടങ്ങി. ഇതോടെ കാശിയിലേക്കുള്ള യാത്രയെക്കുറിച്ച് ബ്രാഹ്മണിലൊരാൾ രണ്ടാമനെ ഓർമ്മിപ്പിച്ചു. പശുവിനെ പരിപാലിച്ചിരുന്നാൽ തീർത്ഥയാത്ര മുടങ്ങുമെന്നും ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഉപേക്ഷിക്കാൻ രണ്ടാമന് മനസ്സു വന്നില്ല. കുളമ്പിന്റെ രോഗം ഭേദമാകാത്ത പശുവിനെ ഇവിടെ ഉപേക്ഷിക്കാൻ താൻ തയ്യാറല്ലെന്ന് അദ്ദേഹം കട്ടായം പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ഒന്നാമൻ തന്റെ കാശിയാത്ര തുടർന്നപ്പോൾ ആ പശുവിന്റെ കുളമ്പിൽ പച്ചമരുന്നും കെട്ടിവെച്ച് രണ്ടാമൻ ഗോദീശ്വര ക്ഷേത്ര പരിസരത്ത് തന്നെ നിലയുറപ്പിച്ചു. പശുവിനെ ശുശ്രൂഷിക്കുന്നതിനിടെ ശിവപാർവതീശ്വരന്മാർ അർദ്ധനാരീശ്വര രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്നും ഇവിടെ ക്ഷേത്രം പുനർനിർമ്മിച്ച് പൂജകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം. നശിച്ചുപോയ പുരാതന ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കടലിൽ നിന്ന് തിരിച്ചു കിട്ടിയെന്നാണ് ചരിത്രം.